കരിപ്പൂരിൽ വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവം. പൊട്ടിക്കൽ സംഘമെന്ന് സംശയിക്കുന്ന 13 പേർ ഇന്ന് പോലീസിന്റെ പിടിയിലായി. 2 കാറുകളും 2 ഇരുചക്ര വാഹനവും സംഘത്തിൽ നിന്ന് പിടികൂടി. കരിപ്പൂരിൽ പിടിയിലായവർ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ പിടിയിലായവരിൽ ഒരാൾ ശരത് എന്ന് പറയുന്ന സജീവ CPIM പ്രവർത്തകനാണെന്ന വിവരം വരുന്നുണ്ട്. ഒരു കർണാടക സ്വദേശി ഉൾപ്പെടെ 13 പേരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണം പൊട്ടിക്കൽ സംഘം കരിപ്പൂരിൽ വീണ്ടും സജീവമാവുകയാണ്. 2 സംഘങ്ങളിൽപ്പെട്ട 13 പേരാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ ഇന്റർനാഷണൽ അറൈവൽ ഏരിയയിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ സംഘത്തെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വിദേശത്ത് നിന്നെത്തുന്ന മലപ്പുറം സ്വദേശിയിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്യുക ലക്ഷ്യമിട്ടെത്തിയ സംഘമെന്ന് പോലീസിന് വ്യക്തമായി. 3 വാഹനങ്ങളിലെത്തിയ ഇവരുടെ 2 ഇന്നോവ കാറുകളും 1 ഇരുചക്ര വാഹനവും പോലീസ് പിടിച്ചെടുത്തു. നിലവിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ പടന്നോട്ട് സ്വദേശി അൻസാറിന്റെയും പരപ്പനങ്ങാടി സ്വദേശി അലി അക്ബറിന്റെയും നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ കരിപ്പൂരിലെത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കവർച്ചയ്ക്കുള്ള ആസൂത്രണവും തയ്യാറെടുപ്പ് നടത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചു. പോലീസ് എത്തിയപ്പോൾ കടന്നുകളഞ്ഞ സംഘത്തിലെ മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ സ്വർണം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന മലപ്പുറം സ്വദേശി കൊണ്ടോട്ടി സ്റ്റേഷനിൽ ഹാജരായി. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.